കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ മസാലക്കൂട്ടിലാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് മുമ്പ് വൈറലായിട്ടുള്ള ആ റെസിപ്പി ഞാൻ ഇന്നാണ് ചെയ്ത് നോക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി, ഈ മസാലക്കൂട്ടിലുള്ള ഈ മീൻ തന്നെ മതി നമുക്ക് ചോറൊക്കെ കഴിക്കാൻ. പുളിയും ഉപ്പും എരിവും സ്പൈസസിൻ്റെ ടേസ്റ്റും എല്ലാം വെളിച്ചെണ്ണയിൽ അങ്ങ് ചേർന്ന് വന്ന അടിപൊളിയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. നമ്മളെ കയ്യിൽ മത്തിയോ അയിലയോ എന്തായാലും, ചെറിയ മീനോ ഈ കഷ്ണ മീനുകൾ ഏതായാലും മതി കേട്ടോ ഉണ്ടാക്കി നോക്കാൻ. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയൂ. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന മീൻ ഫ്രൈ ആയി വരുന്നതിനനുസരിച്ചുള്ള എണ്ണ വേണം കേട്ടോ, അധികം വേണ്ട. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണം സ്റ്റവ് ഓൺ ചെയ്യാൻ. പൊടി കരിഞ്ഞു പോകും കേട്ടോ. സിമ്മിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ അളവിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യണം കേട്ടോ. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചത് ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ചതച്ചതോ പേസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സിമ്മിലിട്ടിട്ട് പൊടിയൊന്നും കരിയാതെ ഇതിലേക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് കോട്ടായി വരുന്നത് വരെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നല്ല ഫ്ലേവറൊക്കെ വരട്ടെ. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള പുളിയാണ്, വാളംപുളി ഒരു ബൗളിൽ കലക്കിയെടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അത്യാവശ്യം ഈ തിക്ക് ഗ്രേവി കിടന്നിട്ടാണ് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കേണ്ടത്. മീനൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക, ഡ്രൈ ഫ്രൈ അല്ല. ഈ മസാലക്കൂട്ടാണ് ആ മീനിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ഫിലോപ്പി പീസ് കിട്ടിയപ്പോൾ അതാണ് ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു സിമ്മിലിട്ടിട്ട്. ഇനി ഈ മസാലക്കൂട്ടൊക്കെ ഈ മീനിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഒറ്റയടിക്ക് അങ്ങ് കരിയിക്കേണ്ട. മീൻ പതുക്കെ വേവട്ടെ, മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് വരണം. ഉപ്പും മുളക് പൊടിയും സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ വരണം കേട്ടോ. ഈ പുളിയൊക്കെ അതിലേക്ക് ചേർന്ന് വരണം. 1 സ്പൂൺ വെച്ച് ആ ഗ്രേവി ഒന്ന് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. പതുക്കെ വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. മീനെല്ലാം ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചിയാണേ. ഈ ഗ്രേവിയൊക്കെ ഇതിലേക്ക് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പതുക്കെ ഒന്ന് ഓരോ മീനുകളും ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എല്ലാ മീനും മറിച്ചിട്ടു. ഒരല്പസമയം വെച്ചിരുന്ന സൂപ്പർ ഫിഷ് ഫ്രൈ ആണ്. ഉണ്ടാക്കാത്തവർ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്.